ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് 2 വീക്സ് അതിനകം നിങ്ങൾക്ക് എന്ത് മിറക്കിൾസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, അവിചാരിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഈ റീഡിംഗ് ജനറലാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം. മുൻപായി ഒരു കാര്യം, നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന മിറാക്കിൾസ്? കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. കിങ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ഒരുപാട് ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് ചില തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട്. ആ തീരുമാനങ്ങളിൽ പലരും ഉറച്ചു നിൽക്കാത്ത ചില സാഹചര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് അറിവ് വർദ്ധിക്കുന്നതായിട്ട് മനസ്സിലാക്കാം. ആ ഒരു സമയമാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഉറച്ചതായിട്ട് എടുക്കാൻ സാധിക്കുന്നു. ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ഇനി എന്ത് തീരുമാനമാണോ നിങ്ങളിപ്പോൾ ആലോചിച്ച് വെച്ചിരിക്കുന്നത്, അതല്ല നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതായിട്ട് എന്താണോ ഉള്ളത്, അതിൽ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയ ഒരു ജോലിയിലേക്ക്, ഒരു അതോറിറ്റി പവറിലേക്ക് വരുന്ന എനർജി ആവാം. മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ ഒരു ലീഡർ ആവാനുള്ള ഒരു കഴിവ്, അതായത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം. അപ്പൊ ഈ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ഉയർന്ന പദവിയാണ് നിങ്ങൾ ഇപ്പോൾ സ്വീകരിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഇത് നിങ്ങൾ തന്നെ സ്വയം സ്വരുക്കൂട്ടിയെടുത്ത എനർജിയാണ്. കാരണം ഇത് കുറച്ച് കാലം കൊണ്ട് നിങ്ങൾ ഇത് ആഗ്രഹിക്കുന്നുണ്ടാവാം, ഈ ഒരു സ്ഥാനത്തേക്ക് വരണമെന്ന്. അല്ല എങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പദവി നേടിയെടുക്കണമെന്ന് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചതും അതിനായിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്ത് വന്നിട്ടുള്ളതുമാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരുന്ന ഒരു വലിയ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ പുതിയ ചില തീരുമാനങ്ങളിലേക്ക്, പുതിയ ചില തുടക്കങ്ങളിലേക്ക് വരുന്നതായിട്ടുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ നിങ്ങൾക്ക് വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്തതായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഓഫ് വാട്ടർ, 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അതായത് ഒരു സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ഒത്തിരി ആഗ്രഹിച്ചതാണ്, വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതാണ് നിങ്ങൾ ഈ ഒരു കൂടിച്ചേരലിന് വേണ്ടി. ചിലപ്പോൾ നിങ്ങളിപ്പോൾ സെപ്പറേഷനിലായിരിക്കാം. ഇനി അഥവാ അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു കണക്ഷനിലേക്ക് വരാനുള്ള സാഹചര്യമാണ്. ചിലപ്പോൾ വിവാഹത്തിലേക്ക് പോകുന്ന എനർജി ആവാം. എന്തായാലും നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരുന്നുണ്ട്. ഇനി അതുമല്ല, പിരിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഒരു റിക്കൺസിലേഷൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി അതുമല്ല, നിങ്ങൾക്കൊരു പാർട്ട്ണർഷിപ്പ് ചേർന്ന് നിങ്ങളുടെ ഏതൊരു കാര്യത്തിലും മുൻപോട്ട് പോകണം, അവിടെ ഒരു സക്സസ് കൊണ്ടുവരണം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു മിറക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം പരസ്പരം കൂടിച്ചേർന്ന് പോകുന്ന എനർജിയാണ്, യോജിച്ചു പോവുകയാണ്. പരസ്പരം യോജിച്ചു പോവുക, പരസ്പരം വില കൽപ്പിക്കുന്ന, പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇവിടെ. മനസ്സിലായോ? അപ്പോൾ ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു ബോധം വരുന്നുണ്ട്.
അപ്പൊ എന്നോടൊപ്പം എനിക്ക് നല്ലൊരു പാർട്ട്ണർ ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസം കൂടി വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജീവിതത്തിൽ വളരെ വലിയ സക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നവർ തീർച്ചയായിട്ടും വന്നു ചേരുന്നുണ്ട്, അല്ല എങ്കിൽ നിങ്ങളിലേക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാനുള്ള ഒരു വ്യക്തി വരുന്നുണ്ട് എന്നുള്ളതുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് കാണാം നമുക്കിവിടെ. ഇവിടെ ഡ്രീമറാണ് ബിഗിനിങ് ബിലീവ്. നിങ്ങൾ സ്വപ്നം കണ്ട് ഇരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കുറച്ചു കാലം കൊണ്ട് സ്വപ്നം കണ്ടിരുന്നതാണ്, എനിക്കത് സാധ്യമാക്കി എടുക്കണമെന്ന്, എൻ്റെ ജീവിതത്തിൽ ഇത് നടപ്പിലാക്കണം, എനിക്കൊരു പുതിയ ലൈഫിലേക്ക് വരണം, എനിക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് മുന്നോട്ട് വരണം എന്നൊക്കെ നിങ്ങൾ പലരും ആരെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ളത് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കൂടുതലായിട്ടും സ്പിരിച്വൽ അവേക്കണിങ്ങിലൂടെ മുന്നോട്ട് വരുന്നു, അല്ലെങ്കിൽ നല്ല ഒരു അവയർനെസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ ലഭിക്കുന്ന ഒരു സമയമാണ്. അത് കൂടുതലായിട്ട് നിങ്ങൾ മുൻപേ തന്നെ ആഗ്രഹിച്ചിരുന്നതാവണം, അതിനായിട്ട് നിങ്ങൾ ഒരുങ്ങി വന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ തയ്യാറെടുത്തിട്ടുണ്ടാവണം. മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് കൂടുതലായിട്ടും ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് മുന്നിട്ട് വന്നു, എന്നിട്ട് യൂണിവേഴ്സിനുള്ള വിശ്വാസം അർപ്പിക്കുന്നു, അതുപോലെ തന്നെ ഹൃദയം പരിശുദ്ധമാക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സമാധാനം അനുഭവിക്കാനുള്ള സാഹചര്യത്തിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഒരു തുടക്കമാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു തുടക്കം ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിൽ, യൂണിവേഴ്സിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുന്നു, മറ്റുള്ളവരിലും വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ദുഃഖിക്കേണ്ടതായ അവസ്ഥ വരുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ എന്താണ്, മാനസികമായിട്ട് ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു തുടക്കമാണ്, ഒരുപാട് മാറ്റങ്ങളോട് കൂടിയ ഒരു തുടക്കത്തിലേക്കാണ് നിങ്ങൾ ഇവിടെ വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് എന്താണ് നോക്കാം. ഇവിടെ 5 ഓഫ് വാട്ടറിന്റെ എനർജിയാണ്. കാരണം ഒറ്റപ്പെട്ടു എന്നുള്ള ചിന്ത ഡിസപ്പോയിൻമെന്റ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് നിരാശ അനുഭവിക്കുന്നു, മനസ്സിലായോ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിച്ച വ്യക്തി ചിലപ്പോൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പേർ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടാവാം. നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തിയിരുന്ന ഒരു സാഹചര്യമാവാം. നിങ്ങൾ ചെയ്യുന്നതൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങളെ അങ്ങനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യം. ഈ ഒരു ജീവിതം തന്നെ നിങ്ങൾക്കും ഒരുപാട് മനപ്രയാസം ഉണ്ടാക്കിയിരുന്നു, മനസ്സന്തോഷം നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഇതുവരെ കഴിഞ്ഞിരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ബ്ലെസ്സിങ്ങോടുകൂടി നിങ്ങളുടെ ഈ ഒരു അവസ്ഥ പാടെ മാറിക്കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒറ്റപ്പെടലിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു പരിവർത്തനം കൊണ്ടുവരുന്ന ഒരു മാറ്റമാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ആ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങളിലേക്ക് നിങ്ങളെ വഴി തെളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ, അതായത് റിഗ്രറ്റ് ഉണ്ട്, അതുപോലെ ഡിസപ്പോയിൻമെന്റ് ആണ്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. പണ്ട് സംഭവിച്ച കാര്യങ്ങളിലാവാം, തൽക്കാലം സംഭവിച്ച കാര്യങ്ങളിലും ആവാം. എന്തായാലും ശരി, ഇപ്പോൾ പല കാര്യങ്ങളിലും സ്റ്റക്കാണ്, പല കാര്യങ്ങളിലും ദുഃഖം അനുഭവിക്കുന്നുണ്ട്, വിഷമം അനുഭവിക്കുന്നുണ്ട്. ഒത്തിരി ഫൊർഗിവ്നെസ് പറയേണ്ട ഒരവസ്ഥയാണെന്നാണ് കാണുന്നത്. കാരണം യൂണിവേഴ്സിനോട് ഫൊർഗിവ്നെസ് പറയുക, അതുവഴി നിങ്ങളുടെ കർമ്മയൊന്ന് കുറച്ച് റിലീസാവും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. ഉള്ള സൗഭാഗ്യങ്ങളെ കണ്ട് നന്ദി പറയുന്നത് ഏറ്റവും നന്നായിരിക്കും, മനസ്സിലായോ? എല്ലാ സൗഭാഗ്യങ്ങളും കൂടെ തട്ടിത്തെറിപ്പിച്ച് പോയിട്ടില്ല. ഇവിടെ കുറച്ചൊക്കെ ഭദ്രമാണ്, സേഫാണ് നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും.
പോയതിനെ ഓർത്ത് വിഷമിക്കാതെ നിങ്ങൾ ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനേക്കാൾ അപ്പുറവും നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പോയതിലധികം, നഷ്ടപ്പെട്ടതിനേക്കാൾ അധികം നിങ്ങളിലേക്ക് തിരിച്ചു വരും. കാരണം നിങ്ങൾക്ക് ഇവിടെ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നുണ്ട്. മനസ്സിലായി? ഇത് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിഷ്കളങ്കത നിമിത്തം, നിങ്ങളുടെ അശ്രദ്ധ നിമിത്തമായിരിക്കാം നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ പോയത്. അത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളതാണ്. യൂണിവേഴ്സായിട്ട് നിങ്ങളിൽ അത് സംഭവിപ്പിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനപ്പെടാം. തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടത് എന്താണോ അതിനേക്കാൾ ഉപരിയായി നിങ്ങളിലേക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. കപ്പാണ്. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത്, ഇവിടെയും കപ്പാണ്, 2 ഓഫ് കപ്സിന്റെ എനർജി. അതുപോലെ എയർ ആണ് ഇവിടെ, സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, ക്വയറിയസ് എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇത്രയൊക്കെ എനർജീസ് വന്നിട്ടുണ്ട്. ഇനി എന്താണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഏസ് ഓഫ് എർത്തിന്റെ ആണ്, ഏസ് ഓഫ് പെന്റക്കിൾസ്. രണ്ടാമത് വന്നിരിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി. ഈ ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, വളരെ വളരെ സന്തോഷം അനുഭവിക്കുന്നത്. ഏസ് എന്ന് പറയുമ്പോൾ എന്താണ്? സൂര്യോദയമാണ്. ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരും. നമ്മുടെ ജീവിതത്തിലെ തുടക്കം എപ്പോഴാണ്? സൂര്യൻ ഉദിക്കുന്നതോടുകൂടിയാണ്, അല്ലെ? അപ്പോൾ ആ സൂര്യന്റെ ഉദയം എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷങ്ങൾ, പ്രകാശത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ നിങ്ങൾക്ക് അബണ്ടൻസിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. നിങ്ങൾക്ക് അബണ്ടന്റ് ആവാൻ സാധിക്കുന്ന എന്തിന്റെ അബണ്ടന്റ് ആണ്? ഇവിടെ സാമ്പത്തികമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സമ്പത്തിൻ്റെതായ ഒരു അബണ്ടൻസിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. സമൃദ്ധി എന്ന് പറയുന്നത് ഈ സമ്പത്തിൻ്റെതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമൃദ്ധി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം, പലപ്പോഴും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്കൊരു ജീവിതത്തിന്റെ നല്ലൊരു തുടക്കം, ഒരു ജോലി ലഭിച്ചിട്ട് ഒരു തുടക്കം വരികയാണ് നിങ്ങൾക്കിവിടെ. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, വീടായി, വാഹനമായി, അങ്ങനെയൊക്കെ വാങ്ങിക്കാനുള്ള എനർജിയാണ് ഇത്. നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്നതാണ്, മനസ്സുകൊണ്ട് വല്ലാതെ ആഗ്രഹിച്ചിരുന്നതാണ്, തീവ്രമായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. കുറച്ച് സാമ്പത്തികം വേണം, അതിനായിട്ട് ഒരു ജോലി വേണം, അതിന് സ്ഥിര വരുമാനമുള്ള ജോലി, സ്ഥിരതയുള്ള ജോലി, സ്റ്റെബിലിറ്റി വേണം ജീവിതത്തിന്. അപ്പോൾ ഈ സ്റ്റെബിലിറ്റിയിലാണ് സന്തോഷിക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അവസരം വരികയാണ്. സാമ്പത്തിക വരുമാനത്തിൻ്റെതായ ഒരു അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട്. ജോലിയാവാം, ചെറിയ ചെറിയ ലോട്ടറികളാവാം, എങ്ങനെയായാലും നിങ്ങളിലേക്ക് ഒരു സമൃദ്ധി വരുന്നുണ്ട് ഇവിടെ. മനസ്സിലായി? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷത്തോടു കൂടി നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കോൺഫിഡന്റ് ആവാൻ സാധിക്കുന്നു, അബണ്ടന്റ് ആവുന്നു, കോൺഫിഡന്റ് ആവുന്നു. പിന്നെ എങ്ങനെയാണ് ജീവിതത്തിൽ പരാജയം വരുന്നത്? ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയത്തിലേക്കാണ് നിങ്ങൾ ഇവിടെ കടക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ബട്ടർഫ്ലൈ കണ്ടില്ലേ? ഇവിടെ നല്ലൊരു മാറ്റം, നിങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ ഫെതറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് മാർഗങ്ങൾ വരികയാണ്. സാമ്പത്തികം നേടിയെടുക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു മിറക്കിൾ എന്ന് പറയുന്നത്. നിങ്ങളിത് വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ അവിചാരിതമായിട്ട്, അപ്രതീക്ഷിതമായിട്ടൊക്കെ ആവണം നിങ്ങളിലേക്ക് ഈ ഒരു ധനസമൃദ്ധി വരുന്നത് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. മനസ്സിലായോ? അതുപോലെ ഇവിടെ 4 ഓഫ് എയറിന്റെ എനർജിയാണ്, 4 ഓഫ് സോളിന്റെ എനർജി. അതായത് ഇവിടെ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ്. തീർച്ചയായിട്ടും ഒരുപാട് ജോലി ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് വിശ്രമിക്കേണ്ട അത്യാവശ്യമാണ്. ആ വിശ്രമ സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് പിന്നീട് വീണ്ടും തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ജോലിയിലേക്ക് പോകാനുള്ള എനർജി ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
അപ്പോൾ ഒരു കാര്യങ്ങളോ എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്, എന്നിട്ട് വീണ്ടും നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും അതേ ജോലിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ നിന്നുമാണ് നിങ്ങൾക്ക് പിന്നീടൊരു തുടർച്ച ഉണ്ടാകുന്നത്, പിന്നീടൊരു ആരംഭം കിട്ടുന്നത്, ഏത് കാര്യത്തിന് പോകണം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നതും അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഓവറായിട്ട് തിങ്ക് ചെയ്തിട്ട് കുറച്ചൊക്കെ അതിൽ ഒരു ക്ഷീണം വരുമ്പോൾ തീർച്ചയായിട്ടും വിശ്രമിക്കാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അതുമല്ല എങ്കിൽ ഓവറായിട്ടുള്ള ജോലി കാര്യങ്ങളിലായാൽ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വിശ്രമം അനുഭവിക്കുന്ന എനർജിയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ വിശ്രമിക്കാതെ ജോലി ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിശ്രമം അത്യാവശ്യമാണ്, നിങ്ങൾക്ക് അതിനു കൂടി സമയം കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളിൽ പലരും മെഡിറ്റേഷൻ തുടങ്ങുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണം, അങ്ങനെ ജീവിതത്തിൽ സക്സസ് കൊണ്ടുവരണം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക്, അത്തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അടുത്തായിട്ട് കിങ് ഓഫ് വാട്ടർ ആണ് കാണുന്നത്. കിങ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. കിങ് ഓഫ് കപ്സ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ ആണ് കൂടുതലായിട്ടും. മനസ്സിലായി. അപ്പൊ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തോ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷെ അത് ലഭിച്ചിട്ടില്ല ഇതുവരെയും. നിങ്ങൾ തീരുമാനം എടുക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ കയ്യിലേക്ക് ലഭിച്ചിട്ടില്ല. ഇത് ഈ ഒരു സമയത്ത് അത് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ വിശ്വസിക്കൂ, പരിപൂർണമായും നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കൂ. വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഏത് കാര്യമായാലും മനസ്സിലായി. കൂടുതലായിട്ട് നിങ്ങളെ ഇമോഷൻസ് ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഓർത്തോർത്ത് ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവണം. അത് ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് സാധ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ വിശ്വാസം കൊടുക്കുന്ന കാര്യമുണ്ടല്ലോ, നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയിൽ ചിലപ്പോൾ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടാവണം, എനിക്കത് സാധിക്കും എന്നുള്ളത്. അങ്ങനെ അതിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ചുറ്റിനും പല പ്രശ്നങ്ങളും കാണും, പക്ഷെ എന്നിരുന്നാൽ കൂടെയും നിങ്ങൾക്ക് അചഞ്ചലമായ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആ ഒരു എനർജി എന്താണോ നിങ്ങൾ ഇപ്പോൾ തീവ്രമായി ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. കാരണം ചിലപ്പോൾ അത് അവിചാരിതമായിട്ടായിരിക്കാം, അപ്രതീക്ഷിതമായിട്ടുമായിരിക്കാം. ആ ഒരു ഡിവൈൻ ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു കാർഡ് കൊണ്ടെടുക്കുക. അടുത്തായിട്ട് 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 3 ഓഫ് വാട്ടർ. 3 ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ 3 ഓഫ് കപ്സിന്റെ എനർജി. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾക്ക് അവേക്കണിങ് സംഭവിക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കാലം കൊണ്ട് നീക്കുപോക്കില്ലാതെ ഇരുന്ന ചില കാര്യങ്ങൾ, മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ. അതിൽ നിങ്ങൾക്ക് ഇപ്പോഴൊരു ക്ലാരിറ്റി ലഭിക്കുന്നു. മനസ്സിലായോ? അങ്ങനെ ഒരു ക്ലാരിറ്റി ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അവയർനെസ് ലഭിക്കുന്നു, ഒരു അവബോധം ലഭിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ വെറുതെ നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിച്ച് അങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരു സമയമല്ല ഇത്. മുന്നോട്ട് എങ്ങനെ പോകും എന്ന് ആലോചിച്ചുകൊണ്ട് വിഷമിച്ച് സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയല്ല ഇവിടെ. അങ്ങനെ ഇരുന്നിട്ടുണ്ടാവണം, പക്ഷെ അവിടെ നിന്നും അവേക്കണിങ് ആയിട്ട് മുന്നോട്ട് വരികയാണ്, അവബോധം ലഭിച്ചിട്ട്, അതുമല്ലെങ്കിൽ തിരിച്ചറിവുകൾ ഉണ്ടായിട്ട് നല്ലൊരു ലൈഫിലേക്ക് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 3 ഓഫ് വാട്ടർ ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ 3 ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ 3 ഓഫ് കപ്സ്, ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരം കണ്ടില്ലേ? സെലിബ്രേഷനാണ്, കമ്മ്യൂണിറ്റി, ഫ്രണ്ട്ഷിപ്പ്, ഫ്രണ്ട്സ് ഒത്തുചേർന്ന് സന്തോഷിക്കുന്ന അവസരത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. ഈ ഒരു അവസരം എന്ന് പറയുന്നത് പല കാര്യങ്ങളിലുണ്ടാവാം. ഇത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതാവണം.
ഇങ്ങനെ ഒരു സെലിബ്രേഷൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളതാവണം. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഒത്തുചേർന്ന്, വീട്ടുകാരൊത്തുചേർന്ന് അല്ലെങ്കിൽ കൂട്ടുകാരൊത്തുചേർന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ കൂടെ ചേർന്നിട്ട് ഒത്തിരി സന്തോഷിക്കുന്ന എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കുന്നു. ഇത് തന്നെ ഏറ്റവും വലിയ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നത്. വലിയൊരു ഡിവൈൻ ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഏറ്റവും നല്ല ഒരു അനുഭവമാണ് ഇത്. ഇത് ചിലപ്പോൾ അവിചാരിതമാവാം. ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടിയതാവാം. ജോലിക്കാര്യത്തിൽ ഒരു പ്രൊമോഷന് സാധ്യത ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി പെർമനന്റ് ആവുന്ന ഒരു അവസ്ഥയാവണം. അതുമല്ല എങ്കിൽ നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോബ് കിട്ടുന്ന അവസ്ഥയാവണം. നിങ്ങൾ ഇന്റർവ്യൂവിന് പാസ്സാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന വിസ ലഭിക്കുന്ന എനർജി ആവണം. എന്താ അല്ലെങ്കിൽ വിദേശത്തൊരു ജോലി ലഭിക്കുന്ന എനർജിയാണ്. എന്താ അല്ലെങ്കിൽ ഒരു ദൂരയാത്ര, ഒരു ട്രിപ്പിന് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സഫലമാകുന്ന എനർജി ആവണം. എന്തായാലും ശരി, നിങ്ങൾക്ക് ഇവിടെ ഒത്തിരി സന്തോഷിക്കാനുള്ള അവസരമാണ് ഈ ഒരു സമയത്ത് വരുന്നത് എന്ന് കാണുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വല്ലാത്തൊരു അതിശയം നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ്. അതുപോലെ തന്നെ അത്ഭുതമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരുന്നത്. വല്ലാത്തൊരു മിറക്കിൾ എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. ഇതൊരു ഡിവൈൻ ബ്ലെസ്സിങ് തന്നെയാണെന്ന് കാണുന്നു. ക്ലാരിഫിക്കേഷൻ വേണ്ടി 2-3 പഠിച്ചെടുക്കാവേ. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 2 ഓഫ് വാൻസിന്റെ എനർജിയാണ്. 2 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, മജീഷ്യൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സഫലമാകുന്നു എന്ന് തന്നെ നമുക്ക് വീണ്ടും പറയാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കിയിരിക്കുന്ന കാര്യം, ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യം എന്താണോ അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ കപ്പ് എനർജിയാണ്, കണ്ടില്ലേ. വീണ്ടും നിങ്ങൾ എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ നിങ്ങൾക്കത് സഫലമാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ ഒരുപാട് കാത്തിരിക്കുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. 3 ഓഫ് വാൻസിന്റെ എനർജി. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള ഒരു കാത്തിരിപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ അക്കരയ്ക്ക് നോക്കിയിരിക്കുന്ന എനർജിയാണ്, വിദൂരത്തേക്ക് നോക്കിയിരിക്കുന്ന എനർജിയാണ് 3 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ. ഇത് നിങ്ങൾക്ക് മറ്റന്യ രാജ്യങ്ങളിൽ പോകാനുള്ളത്, പഠിക്കാനുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കാം, അതുപോലെ തന്നെ മറ്റൊരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കാം. അങ്ങനെയുള്ള എനർജിയാണ് ഇത്. നിങ്ങളിലേക്ക് വളരെ വേഗം വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം 8 ഓഫ് വാൻസിന്റെ എനർജിയാണ്, അതിശക്തമായ എനർജിയാണ്. വാൻസ് ഓഫ് ഫയർ സൈൻ ആണ്, ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി. വളരെയധികം ആവേശത്തോടെ, അഭിനിവേശമാണ്. ഈ കാത്തിരിക്കുന്ന കാര്യത്തിന് വല്ലാത്തൊരു അഭിനിവേശമാണ് നിങ്ങൾക്ക്. അത് വന്നു ചേരണം. അപ്പോൾ അങ്ങനെ നിങ്ങളിലേക്ക് ഒരു മിറക്കിൾ സംഭവിക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു മിറക്കിൾ സംഭവിക്കുന്നത് കണ്ടില്ല, ഇവിടെ ഒരു കോംപ്രമൈസ് കാണുന്നു. 2 ഓഫ് കപ്സിന്റെ എനർജി വീണ്ടും വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വന്നതാണ് ഒരു 2 ഓഫ് കപ്സിന്റെ എനർജി അല്ലേ. അപ്പോൾ ഈ ഒരു 2 ഓഫ് കപ്സിന്റെ എനർജി വീണ്ടും നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുമായി കൂടിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. സോൾമേറ്റ് കണക്ഷനാണ്. വളരെയധികം സ്നേഹത്തോടുകൂടി മുന്നോട്ട് നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് ഒക്കെ പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ റീയൂണിയൻ നോക്കിയിരിക്കുന്നവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ റീകൺസിലേഷന് വേണ്ടി നോക്കിയിരിക്കുന്ന റീസ്റ്റാർട്ട് ഒക്കെയും ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്നു. ഇത് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒരിക്കലും വരില്ല എന്ന് പ്രതീക്ഷിച്ച ചില വ്യക്തികളായിരിക്കണം തിരിച്ചു വരുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കണം. അവർ പോയതോടുകൂടി ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് മാനസികമായിട്ട് തളർന്നിരിക്കുന്ന അല്ലെങ്കിൽ തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാവണം. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് ഈ ഒരു എനർജി വരുന്നത് ഒത്തിരി സന്തോഷം നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള സ്ട്രെങ്ത് ലഭിക്കുന്നുണ്ട്. മനസ്സിലായി, നിങ്ങൾ വളരെയധികം പവർഫുൾ ആകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. 8 ആണ്, അബണ്ടൻസിന്റെ നമ്പറാണിത്. കണ്ടില്ല, നിങ്ങൾ ഒരുപാട് പേർ അബണ്ടന്റ് ആവാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പല കാര്യങ്ങളിലും ആക്റ്റീവ് ആകാൻ സാധിക്കുന്നു ഈ ഒരു സമയത്ത്. ഇതുവരെ നിങ്ങൾ കുറച്ചൊക്കെ പവർലെസ് ആയിട്ട് കാണുന്നു എങ്കിൽ ഇനിയുള്ള സമയം നിങ്ങളത് പവർഫുൾ ആവാൻ പോകുന്നു. ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ തുടങ്ങുന്നു, കൂടുതൽ ആക്റ്റീവ് ആകാൻ തുടങ്ങുന്നു. നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ ഇനി ആർക്കും
തോൽപ്പിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു. എന്ത് പ്രശ്നമുണ്ടെങ്കിൽ, എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ്, ചലഞ്ചസ് ഒക്കെ ഉണ്ട് എങ്കിൽ പോലും അവയെ നിങ്ങൾക്ക് നിഷ്പ്രയാസം മറികടന്ന് സക്സസ്സിലേക്ക് നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മിറക്കിളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി ഒന്ന് നോക്കാവേ. ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ്, കണ്ടില്ല? ഒരുപാട് വലിയ വലിയ ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. സന്തോഷകരമായ ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഇവിടെ മിറക്കിൾസ് ആണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഈ മിറക്കിൾസ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷത്തെ കൊണ്ടുതരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ എ ഇയർ ഫ്രം നൗ, ഇപ്പോൾ തൊട്ട് ഒരു വർഷത്തിനകവും ചില കാര്യങ്ങൾ സാധ്യമാകും. ഇപ്പോൾ തന്നെ സാധിച്ചില്ല എങ്കിൽ പോലും ഇപ്പോൾ തൊട്ട് ഒരു വർഷത്തിനകം നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമായി കിട്ടും, സാധിച്ചു കിട്ടും എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വലിയ ഹാപ്പി ചേഞ്ചസ്, സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്കിവിടെ വന്നിരിക്കുന്നത് അബണ്ടൻസ് ആണ്, കണ്ടില്ലേ? അബണ്ടൻസ്, സമൃദ്ധി വരുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ ആരോഗ്യകരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങണം തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് അബണ്ടൻസ് വരും, സമൃദ്ധി വരും. ഏത് കാര്യത്തിലും നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കും. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങൂ. നിങ്ങളുടെ ചക്രാസിനെ ആക്റ്റീവാക്കി എടുക്കൂ. നിങ്ങളിലേക്ക് ആത്മീയപരമായ എനർജിയെ കൊണ്ടുതരുന്ന 7 ചക്രാസ് ഉണ്ടല്ലോ, അതിനെ നിങ്ങൾ ആക്റ്റീവാക്കി എടുക്കൂ. എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങൂ. അതിലൂടെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്താണ്? സമൃദ്ധിയാണ്. ഹൃദയം പരിശുദ്ധമാക്കൂ. മറ്റുള്ളവരോടുള്ള അസൂയ, പക, വിദ്വേഷം ഇതെല്ലാം മാറ്റിവെക്കൂ. ഇവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നു. നിങ്ങളിലേക്ക് സമൃദ്ധി വരുന്നു. അത് നിങ്ങളുടെ ആരോഗ്യകരമായ കാര്യങ്ങൾ, ഒരുപാട് അസുഖമുള്ളവർക്കൊക്കെ അത് മാറിക്കിട്ടുന്നതായിട്ട് വരുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ ആരോഗ്യത്തിൻ്റെതായ കാര്യത്തിൽ നിങ്ങൾക്കൊരു സമൃദ്ധിയാണ് വരുന്നത്. നല്ലതുപോലെ ആരോഗ്യം കിട്ടുക എന്ന് പറയുമ്പോൾ അതിലപ്പുറത്തായിട്ട് ഒരു സമൃദ്ധി വേറെ ഇല്ല. ധനപരമായ സമൃദ്ധി വന്നു കഴിഞ്ഞാലോ പിന്നെ നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെതായ സമൃദ്ധിയും വരും. മനസ്സിലായി? ഇത് രണ്ടും കൂടി കണക്റ്റഡ് ആണല്ലോ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക സമൃദ്ധി വരുന്നുണ്ട്, പിന്നെ കണ്ടില്ലേ അവിടെ നിന്ന് നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെതായ സമൃദ്ധിയും വരുന്നു. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? ഇനി ഇതൊക്കെ സാധ്യമാക്കി എടുക്കാൻ എന്താണ്? മെഡിറ്റേഷൻ ചെയ്യണം, ഫൊർഗിവ്നെസ് പറയണം, യൂണിവേഴ്സിനോട് ഫൊർഗിവ്നെസ് പറയണം. ഐ ആം സോറി, പ്ലീസ് ഫൊർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. കർമാസിനെ ഒന്ന് മാറ്റിവെക്കണം. കർമാസിനെ ഒക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവരണം നിങ്ങൾ. മനസ്സിലായോ? നിങ്ങളുടെ കർമ്മ, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ കർമ്മയുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇപ്പോഴും അത് തീരാതെ കിടക്കുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം, സ്റ്റക്കായിട്ടിരിക്കുകയായിരിക്കാം. പല കാര്യങ്ങളിലും, പല പരാജയങ്ങളിലും നിങ്ങൾ പെട്ടിട്ടുണ്ടാവണം. അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് ഒരു ഫൊർഗിവ്നെസ് പറയാം. ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം എനിക്ക് മാപ്പ് തന്നതിന് നന്ദി യൂണിവേഴ്സ്. ഐ ആം സോറി, പ്ലീസ് ഫൊർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഹൃദയം കൊണ്ട് ഫീൽ ചെയ്ത് കണ്ണിൽ കണ്ണുനീര് പൊടിഞ്ഞു വേണം പറയാൻ. അപ്പോൾ മാത്രമാണ് ആ വൈബ്രേഷൻ, എനർജിയുടെ വൈബ്രേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സാവുകയുള്ളൂ. മനസ്സിലായോ? അതാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഫൊർഗിവ്നെസ് ആണ്. മനസ്സിലായി? തെറ്റുകൾ ചെയ്യാത്തവരായിട്ട് ആരുമില്ല. എന്തെങ്കിലുമൊക്കെ പിന്നെ ചിലർക്ക് ചെറിയ ശിക്ഷയും ചിലർക്ക് ചില വലിയ ശിക്ഷയും, അത് നിങ്ങളുടെ പാപകർമ്മങ്ങളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ചിരിക്കും. മനസ്സിലായി? അതെല്ലാവർക്കും ഉള്ളതാണ്. ഇത് കർമ്മ എന്ന് പറയുന്നത് റിയൽ ആണ്, ഫേക്ക് അല്ല. മനസ്സിലായി? പലരും പറയും പിന്നെ കർമ്മ വേറെ പണിയൊന്നുമില്ല. അതല്ല, കർമ്മ റിയൽ ആണ്, ഒരിക്കലും അത് ഫേക്ക് അല്ല. നമ്മൾ വിതയ്ക്കുന്നത് തന്നെയാണ് നമുക്ക് കൊയ്യാൻ പറ്റൂ. നമ്മൾ മറ്റൊരാളിന് സ്നേഹം കൊടുത്താലേ നമുക്ക് ഇനി അവരിൽ നിന്നല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് ലഭിക്കും. ഒരാളിനെ നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ സഹായിച്ചു പോയെങ്കിൽ അവർ നമ്മളെ ചിലപ്പോൾ സഹായിക്കില്ലായിരിക്കും, പക്ഷെ നമ്മുടെ അത്യാവശ്യ സമയത്ത് മറ്റൊരാൾ നമ്മളെ സഹായിക്കാൻ എത്തും. അവിടെയാണ് ഡിവൈൻ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ നിങ്ങളിലേക്ക് വരാനുള്ളതാണ്.
എന്ന് തന്നെ മനസ്സിലാക്കുക. ഇവിടെ ബി അസർട്ടീവ്, ഇതെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കൂ. മനസ്സിലായോ? ഒരു ശുഭാപ്തി വിശ്വാസം, നമ്മളിലേക്ക് നല്ലത് സംഭവിക്കും. നമ്മൾ നന്മയെ നമ്മൾ ചെയ്തിട്ടുള്ളൂ, നന്മ നിറഞ്ഞ പ്രവർത്തികളാണ് നമ്മളുടെ കയ്യിലുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ട് നമുക്ക് പരാജയം വരുന്നു? ഒരിക്കലും വരില്ല, നല്ലതേ വരൂ. അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കൂ. നിങ്ങളിലേക്ക് ശുഭകാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. ഒരുപാട് അതിശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സമയമാണ്. അത് നിങ്ങൾക്ക് വന്നിരിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ റീഡിങ്. അപ്പോൾ റീഡിങ് കാണുന്നവരാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ ഒട്ടും മറന്നു പോവല്ലേ. ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്യേണ്ടതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.